മാത്സ് ട്യൂഷൻ 2 ദിവസം കൂടെ ഉള്ളൂ എക്സാമിന്. നോക്ക്, ട്രിഗണോമെട്രി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ നോക്കുന്നത്. ട്രിഗണോമെട്രി ക്വാഡ്രാറ്റിക് ആയിരിക്കും, മിക്സഡ് ട്രിഗണോമെട്രി, അങ്ങനെ ട്രിഗണോമെട്രി അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു കുട്ടി കമൻറ്റ് ചെയ്തിരുന്നു ബിടെക്കിനുള്ളതാണ്, ബിടെക്കിന് എൻട്രൻസിനുള്ള ബിടെക്ക് കിട്ടാനുള്ള എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. 4 raised to sin square x plus 4 raised to cos squared x is equal to 4 raised to sin square x cos squared x നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 minus sin square x. 4 raised to sin square x. Four by a raised to m minus n, a raised to m by a raised to n. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു GM, ജിയോമെട്രിക് മീൻ അല്ലേ. ഇപ്പോൾ 2 നമ്പേഴ്സ് ആണെങ്കിൽ a പ്ലസ് ബി ബൈ 2 ഗ്രേറ്റർ ദാൻ റൂട്ട് ഓഫ് AB അല്ലേ, അല്ലെങ്കിൽ a പ്ലസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് AB. 2 നമ്പേഴ്സ് ആണെങ്കിൽ, ഇവിടെ 3 നമ്പേഴ്സ് ആണെങ്കിൽ a പ്ലസ് ബി പ്ലസ് സി ബൈ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് ABC, അങ്ങനെ വരും. ഇതൊക്കെ 2 നമ്പേഴ്സ് ആയിട്ട് എടുക്കാം. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. ഇതിൻ്റെ അരിത്മെറ്റിക് മീൻ എന്തായിരിക്കും? 4 റേസ് ടു സൈൻ സ്ക്വയർഡ് എക്സ് പ്ലസ് 4 ബൈ 4 റേസ് ടു സൈൻ സ്ക്വയർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു ബൈ 2 ആണ് ക്രോസ് മൾട്ടിപ്ലൈ റൂട്ട് ഓഫ് AB, this into this. Cancel. Root of 4 to 2 into 2. So answer is greater than or equal to 4. Answer is greater than or equal to 4. Question number 2. F of x sin raised to 6x plus cos raised to 6x. Range of f of x. A cube plus b cube is equal to a plus b the whole cube minus 3ab into a plus b. നമുക്ക് ഇതിനെ സൈൻ സ്ക്വയർഡ് എക്സ് ദ ഹോൾ ക്യൂബ് പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ് ദ ഹോൾ ക്യൂബ്, ഇവിടെ എ സൈൻ സ്ക്വയർ എക്സ് ബി കോസ് സ്ക്വയർഡ് എക്സ് ആ ഒരു ഫോമിൽ എടുക്കുക. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർഡ് എക്സ് ദ ഹോൾ ക്യൂബ് മൈനസ് 3 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർഡ് എക്സ് ഇൻറ്റു sin square x plus cos squared x. Sin square x plus cos squared x എന്താ? 1. 1 minus 3 into sin x cos x. ഒക്കെ എങ്ങനെ എഴുതാം? sin 2x divided by 2. That is the f of x അല്ലേ. f of x is 1 minus 3 by 4 into sin square 2x. സൈൻ 2x 0 ആണ് വരുന്നതെങ്കിൽ ഇതിൽ സൈൻ സ്ക്വയർ 2x ആണ്. സൈൻ 2xൻ്റെ മാക്സിമം വാല്യൂ 1, മിനിമം വാല്യൂ -1. പക്ഷെ ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് 0 മുതൽ 1 വരെ. ഇത് 0 ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? എഫ് എക്സിൻ്റെ മാക്സിമം വാല്യൂ എന്ത് വരും? 1 വരും. 1 മൈനസ് 0. ഇനി സൈൻ 2x മിനിമം വാല്യൂ 1 ആണെങ്കിൽ എന്ത് വരും? മാക്സിമം വാല്യൂ 1 ആണെങ്കിൽ എന്ത് വരും? 1 മൈനസ് 3/4 1/4. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് എഴുതാം? 1/4 to 1. എന്നോട് പറയാം. സൈൻ 2x 0 ആണെങ്കിൽ 1 മൈനസ് 0 മാക്സിമം വാല്യൂ 1. ഇനി ഇത് 1 ആണെങ്കിൽ മാക്സിമം വാല്യൂ എന്താ? സൈൻ 2xൻ്റെ 1. ഇത് 1 ആണെങ്കിലോ 1 മൈനസ് 3/4 1/4.
നമുക്ക് മിനിമം വാല്യൂ കിട്ടും. സൈൻ്റെ മാക്സിമം വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എഫ് എക്സിന് മിനിമം കിട്ടും. ഇവിടെ മിനിമം വാല്യൂ 0 കൊടുക്കുമ്പോൾ മാക്സിമം വാല്യൂ 1 കിട്ടും. ആൻസർ എന്ത് വരും? 1/4, 1. Sin squared x plus cos raised to 4x lies in sin square x ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് സ്ക്വയർഡ് എക്സ്. കോസ് റേസ് ടു 4 നമുക്ക് വൈകുന്നുണ്ടെങ്കിലും ഒരു പേര് കൊടുക്കാം. കോസ് റേസ് ടു 4x സൈൻ സ്ക്വയർഡ് എക്സിന് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. കോസ് റേസ് ടു 4x മൈനസ് കോസ് സ്ക്വയർഡ് എക്സ് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം. ഇത് കോസ് സ്ക്വയർഡ് എക്സ് ദ ഹോൾ സ്ക്വയർ 2ab. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എത്ര? 1. 1ൻ്റെ ഹാഫ് 1. 1ൻ്റെ ഹാഫ് ഹാഫിൻ്റെ സ്ക്വയർ 1/4. ഇവിടെ പ്ലസ് 1/4 പ്ലസ് 1 മൈനസ് 1/4. ഇത്രയും ടേംസ് ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് എന്തെഴുതാം? കോസ് എക്സ് കോസ് സ്ക്വയർഡ് എക്സ് മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3/4. നമുക്കറിയാം ഇവിടെ കോസ് 0 1 അല്ലേ. ഇവിടെ കോസ് സ്ക്വയർഡ് എക്സിന് മിനിമം വാല്യൂ എന്താകും? 0. 0 മൈനസ് 1/2 മൈനസ് 1/2 സ്ക്വയർ ചെയ്യുമ്പോൾ 1/4. 1/4 പ്ലസ് 3/4 എന്താകും? 1. ഇനി കോസ് എക്സ് 1/√2 ആണെങ്കിലോ 1/2 മൈനസ് 1/2 0. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ. 0 പ്ലസ് 3/4 3/4. ആൻസർ. Question number 4. The number of solutions of the equation. Number of solutions. Number of solution of the equation sin of e raised to x 5 raised to x plus 5 raised to minus 6. 5 raised to x ൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 അല്ലേ. ഫൈവ് റൈസ് ടു എക്സ് നമുക്ക് തൽക്കാലം ടി എന്ന് പേര് കൊടുക്കാം. സൈൻ ഓഫ് ഇ റൈസ് ടു എക്സ് ഇസ് ഈക്വൽ ടു ടി പ്ലസ് 1/t. നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? √t മൈനസ് 1/√t ദ ഹോൾ സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നൊക്കെ ടി പ്ലസ് 1/2 വരും. 2ab എന്ന് പറയുമ്പോൾ -2. ഇനി ക്യാൻസൽ ചെയ്യാൻ ഇവിടെ +2 കൊടുക്കാം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ മിനിമം വാല്യൂ എന്ത് വരും? 0 + 2 2. ദാറ്റ് ഈസ് സൈൻ ഓഫ് ഇ റൈസ് ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. സൈൻ എക്സിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്? +1 അല്ലേ. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ്. നോ സൊല്യൂഷൻ. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് സൊല്യൂഷൻ ആണ്. സോ ആൻസർ ഈസ് 0. നോ സൊല്യൂഷൻ. സോ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ചോദിച്ചാൽ 0. ട്രിഗണോമെട്രി എന്തായിരുന്നാലും കണക്റ്റഡ് ആയിട്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് എങ്കിലും 3 or 4 ക്വസ്റ്റ്യൻസ് കാണും. Sin theta and cos theta are the roots of the equation. ax square plus bx plus c is equal to 0. Then 4 ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഓപ്ഷൻസ് എഴുതിയിട്ടില്ല. ഓപ്ഷൻസ് a square plus 2ab plus c square അങ്ങനെ ഒരു ഫോം. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ
അതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വേറെ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ആൽഫ ഇത് ബീറ്റ ആയിട്ട് എടുക്കാം. ആൽഫ ബീറ്റ ആർ ദ റൂട്ട്സ്, ദെൻ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ഇവിടെ സൈൻ തീറ്റയും കോസ് തീറ്റയാണ് റൂട്ട്സ്. ആൽഫ പ്ലസ് ബീറ്റ വരുമ്പോൾ എന്ത് വരും? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. ആൽഫ ബീറ്റ സി ബൈ എ, ദറ്റ് ഈസ് സൈൻ തീറ്റ കോസ് തീറ്റ, ദറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ എ. ഇത് നമുക്ക് സ്ക്വയർ ചെയ്ത് എന്തൊരു സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. സൈൻ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1. സൈൻ തീറ്റ കോസ് തീറ്റ എന്താ? സി ബൈ എ. ഇതിനെ കൂടെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. ബി സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 2c ബൈ എ മൈനസ് 1 0. മൾട്ടിപ്ലൈ ഈച്ച് ടേം ബൈ എ സ്ക്വയർ. ബി സ്ക്വയർ മൈനസ് 2ac മൈനസ് എ സ്ക്വയർ 0. ഇവിടെ എ സ്ക്വയറിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ്. എ സ്ക്വയർ പ്ലസ് 2ac മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. One by 2 cosec x 2 cot x 2 cosec x are in GP. 0 less than x less than pi by 2. Find x. A, B, C are in GP. GPയിലാണ് നമുക്ക് എന്ത് എഴുതാം? ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി. ഹിയർ ബി സ്ക്വയർ 4 കോട്ട് സ്ക്വയർ എക്സ്. എ സി ഹാഫ് കൊസീക് എക്സ് ഇൻറ്റു 2 കൊസീക് എക്സ്. ഹാഫ് 2 ക്യാൻസൽ, വി ഗെറ്റ് കൊസി സ്ക്വയർ എക്സ്. കൊസി സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർഡ് എന്താ? 1. കൊസി സ്ക്വയർഡ് എക്സിന് വരുന്നൊക്കെ എന്ത് എഴുതാം? 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ്. വി ഗെറ്റ് 3 കോട്ട് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1. Cot x is equal to 1 by plus or minus 1 by root 3 വരും. ഇവിടെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ബൈ 2 ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് അല്ലേ? ദ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഓൾ ആർ പോസിറ്റീവ്. കോട്ട് എക്സ് നമുക്ക് എന്ത് എഴുതാം? പോസിറ്റീവ് 1 by root 3. ടാൻ 60 root 3. ടാനിൻ്റെ റെസിപ്രോക്കൽ എന്താ? കോട്ട്. കോട്ട് 60 1 by root 3. അപ്പോൾ ഇവിടെ റേഡിയൻ മെഷറാണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 60ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? pi by 3. Next question. If A, B, C are angles of a triangle ABC and A is obtuse, then tan B into tan C എന്ത് വരും? ആംഗിൾ A greater than 90 degree. ആംഗിൾ എ ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്തായിരിക്കും? സം ഓഫ് ഓൾ ആംഗിൾസ് എന്താ? 180 ഡിഗ്രി. ഒരാംഗിൾ 90 കൂടിയ ബാക്കി 2 ആംഗിളും കൂടെ ആഡ് ചെയ്താലും എത്ര വരാവും? ലെസ് ദാൻ 90. ആംഗിൾ ബി ലെസ് ദാൻ 90 മൈനസ് ആംഗിൾ സി. tan B less than tan 90 minus C cot C. 1 by tan C. Cross multiplication.
tan B into tan C less than 1. So answer is less than 1. That's answer. X is equal to cos 55 degree. Y is equal to cos 65 degree. Z is equal to cos 175 degree. Find 1 by x, 1 by y plus z by xy. 1 by cos 55, 1 by cos 65 degree cos z 175. 175 ന് നമുക്ക് എങ്ങനെ എഴുതാം? 180 minus 5 xy cos 55 into cos 65. Here taking LCM, cos 65 plus cos 55 whole divided by cos 65 into cos 55. Cos 180 minus theta. 180 ആണെങ്കിൽ cos എന്ന് വരും. In the second quadrant cos is negative. Minus cos 5 divided by cos 55 cos 65. Cos x plus cos y എന്താ? 2 cos x plus y by 2 cos x minus y by 2. 65 plus 55 120. 120യുടെ ഹാഫ് 60. Cos 10 by 2 5. Cos 5 degree by cos 55 cos 65. Cos 60യുടെ വാല്യൂ എത്ര? 1/2. 2 into 1/2 cancel. Cos 5 by this minus cos 5 by this. So answer is 0. Answer 0. എല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.